നമസ്കാരം. ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറൻഷ്യബിലിറ്റി എന്ന കൺസെപ്റ്റിനെ കുറിച്ചാണ്. സോ യു ജസ്റ്റ് തിങ്ക് അബൌട്ട് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എ differentiability of a function at a point. You are given a function f from a into r and there is a point c inside a. Then we have to talk about the differentiability of that function at that point c. അതായത് ഡൊമൈനിലുള്ള സി എന്ന പോയിന്റിൽ ഫംഗ്ഷൻ്റെ ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. ആക്ച്വലി ഡിഫറൻഷ്യബിലിറ്റി ഈസ് എ പ്രോസസ് ടു ഫൈൻഡ് ഔട്ട് ദ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ അറ്റ് എ പോയിന്റ്. ഓക്കെ, അപ്പോൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് വിളിക്കുന്നത്. ഇനി ഡെറിവേറ്റീവ് എന്നാൽ ശരിക്കും മീനിങ് എന്ന് പറയുന്നത് ആ പോയിന്റിലുള്ള കർവിൻ്റെ ടാൻജൻ്റ് ആദ്യം വരയ്ക്കുന്നു, സ്പർശരേഖ, ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് സ്ലോപ്പ്. അത് യുണീക്കായിട്ടുള്ള ഒരു ടാൻജൻ്റേ ഉള്ളൂ എങ്കിൽ ആ സ്ലോപ്പിനെ നമുക്ക് ഡെറിവേറ്റീവ് എന്ന് വിളിക്കാം. ഡെറിവേറ്റീവ് എപ്പോഴും ഒരു ഫൈനൈറ്റ് നമ്പർ ആയിരിക്കണം. ഇൻഫിനിറ്റ് സ്ലോപ്പ് വന്നു കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയാം. ഓക്കെ, സോ ലുക്ക് അറ്റ് ദി ഡെഫിനിഷൻ. ഹിയർ വി ആർ ഡിസ്കസിങ് ഡിഫറൻഷ്യബിലിറ്റി ഇൻ ടേംസ് ഓഫ് റൈറ്റ് ഹാൻഡ് ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ്. കാരണം ഇവിടെ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് എന്ന് പറയാൻ കാരണം റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ്. ഡൊമെയിൻ എ ഈസ് എ സബ്സെറ്റ് ഓഫ് ആർ കൂടിയാണ്. അതുകൊണ്ടാണ് നമുക്ക് റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എന്ന കൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറയുന്നത് ആ പോയിൻറ്റിൻ്റെ റൈറ്റ് സൈഡിലുള്ള ടാൻജൻറ്റ് വരയ്ക്കുന്നു, അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുകയാണ് അർത്ഥം. ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലുള്ള ടാൻജൻറ്റ് വരച്ച് അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുന്നു. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഗിവൺ ഫംഗ്ഷനെ നമ്മൾ ഡിഫറൻഷ്യബിൾ ആണെന്നും. ഓക്കെ, അപ്പോൾ നമുക്ക് റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഞാൻ ആദ്യം ഗിവൺ ഫംഗ്ഷൻ എടുത്തു. അപ്പോൾ ഈ ഡിഫറൻഷ്യബിലിറ്റി ടെസ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ ആദ്യമേ തന്നെ ഫംഗ്ഷൻ ആ പോയിന്റിൽ കണ്ടിന്യൂസ് ആയിരിക്കണം. അതായത് ഗ്യാപ്പ് ഒന്നും പാടില്ല, ഷാർപ്പ് എഡ്ജ് ഉണ്ടാവില്ല എന്നാണ് ഡിഫറൻഷ്യബിലിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഗ്യാപ്പ് ഉണ്ടാവില്ല, ഷാർപ്പ് എഡ്ജ് ഉണ്ടാവില്ല. അപ്പോൾ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവിൻ്റെ ഡെഫിനേഷൻ ഇവിടെ നോക്കൂ. ലിമിറ്റ് എച്ച് ടെൻഡ്സ് ടു 0 എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി ബൈ എച്ച്. ആ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എന്നും. അപ്പോൾ സി എന്ന പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ ലെഫ്റ്റിലുള്ള പോയിന്റ് റൈറ്റിലുള്ള പോയിന്റ് സി പ്ലസ് എച്ച് എടുക്കുന്നു. അതുപോലെ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുകയാണെങ്കിൽ സിയുടെ ലെഫ്റ്റിലുള്ള പോയിന്റ് സി മൈനസ് എച്ച് കണ്ടുപിടിച്ചിട്ട് ഈ ഒരു ലിമിറ്റ് എടുക്കും. ലിമിറ്റ് എച്ച് 0 എഫ് ഓഫ് സി മൈനസ് എച്ച് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡഡ് ബൈ മൈനസ് എച്ച് എടുക്കും. ഈ രണ്ട് ലിമിറ്റുകളും എക്സിസ്റ്റ് ചെയ്യുകയും ഈക്വൽ ആവുകയും ചെയ്യുകയാണെങ്കിൽ റൈറ്റ് ഡെറിവേറ്റീവ് ഉണ്ട് ലെഫ്റ്റ് ഡെറിവേറ്റീവ് ഉണ്ട് ഈക്വൽ ആണ്. അപ്പോൾ ഗിവൺ ഫംഗ്ഷൻ ആ പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണെന്നും ആ കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ ഡെറിവേറ്റീവ് അറ്റ് എ പോയിന്റ് സി എന്ന് വിളിക്കും. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നോട്ടഡ് ബൈ എഫ് ഡാഷ് ഓഫ് സി ഓർ ഡി എഫ് ബൈ ഡി എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു സി എന്ന് വിളിക്കും. ഓക്കെ, ഈ ജോമെട്രി പറയുന്നത് ഒരു ഫംഗ്ഷൻ്റെ ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അവിടെ കണ്ടിന്യൂസ് ആവുകയും ഷാർപ്പ് എഡ്ജ് ഉണ്ടാവാതിരിക്കുകയും ചെയ്യുന്ന ഞാൻ മുൻകൂട്ടി പറഞ്ഞിരുന്നു. നിങ്ങൾ നിലവിൽ പഠിച്ചിട്ടുള്ള മിക്കവാറും എല്ലാ ഫംഗ്ഷൻസും എലിമെൻ്ററി ഫംഗ്ഷൻസും ഡിഫറൻഷ്യബിൾ ആയിരിക്കും. അതിനകത്ത് അല്ലാതെ വരുന്നത് അതിൻ്റെ ഡൊമൈനിലെ കാര്യമാണ് പറയുന്നത്. ഡൊമൈനിലെ എല്ലാ പോയിൻറ്റ്സിനും ഡിഫറൻഷ്യബിൾ ആയിരിക്കും. അല്ലാതെ നമ്മൾക്ക് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യപ്പെടുന്നത് മോഡുലസ് ഫംഗ്ഷനാണ്. പിന്നെ കണ്ടിന്യൂസ് അല്ലെങ്കിൽ പിന്നെ ഡിഫറൻഷ്യബിളും ആയിരിക്കില്ല. കാരണം ഒരു പാത്തിന് സ്മൂത്ത്നെസ് ഉണ്ടാവണമെങ്കിൽ ആദ്യം പാത്തിൽ ഗ്യാപ്പ് പാടില്ല എന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ പോളിനോമിയൽ ഫംഗ്ഷൻസ്, അതുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന റേഷണൽ ഫംഗ്ഷൻസ്, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്, എക്സ്പോണൻഷ്യൽ, ലോഗരിതം ഫംഗ്ഷൻസ് ഇതെല്ലാം ഡിഫറൻഷ്യബിൾ ആണ്. അതേസ്ഥാനത്ത് ഈ മോഡുലസ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഫംഗ്ഷന് ഒരു ഷാർപ്പ് എഡ്ജ് 0 വരുന്നുണ്ട്. സോ ആ പോയിന്റിൽ അതിൻ്റെ ഡിഫറൻഷ്യബിലിറ്റി ഉണ്ടായിരിക്കുന്നതല്ല. ഇപ്പോൾ മോഡുലസ് ഫംഗ്ഷനെ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്. ബൈ ദ ഡെഫിനേഷൻ ഓഫ് മോഡ് എക്സ് ഇറ്റ് ടേക്സ് പോസിറ്റീവ് വാല്യൂസ് ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ലെസ് ദാൻ 0 again positive. So mod x equal to x for x greater than 0 and 0 for x equal to 0 and minus x for x less than 0. That means it has three important properties. It is continuous everywhere and it is always non-negative, and third one is it is not differentiable at the point 0 because there is a sharp edge at the point 0. 0 illotte oru sharp edge varunnuണ്ട്. അപ്പോൾ അതിൻ്റെ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് നോക്കാം. 0 എന്ന പോയിന്റിൽ ഡി എഫ് ഓഫ് 0 പ്ലസ് ഈക്വൽ ടു ബൈ ഡെഫിനേഷൻ ഓഫ് റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ലിമിറ്റ് എച്ച് 0 എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡ് ബൈ എച്ച്. ഹിയർ സി ഈസ് 0. സോ മോഡുലസ് ഓഫ് 0 പ്ലസ് എച്ച് മൈനസ് മോഡ് 0 ബൈ എച്ച് ആണ്. മോഡ് 0 ഈസ് 0, മോഡ് 0 പ്ലസ് എച്ച്. അപ്പോൾ ഇവിടെ ഈ എച്ച് എന്ന വാല്യൂ എല്ലായ്പ്പോഴും ഒരു സ്മാൾ പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണെന്ന് ഓർത്ത് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ മോഡ് എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് തന്നെയായിരിക്കും. അപ്പോൾ എച്ച് ബൈ എച്ച് ആണ് കിട്ടുക. രണ്ടും കട്ട് ചെയ്യുമ്പോൾ 1 വരും. ലിമിറ്റ് അപ്ലൈ ചെയ്താലും 1 തന്നെയായിരിക്കും. ദാറ്റ് മീൻസ് റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഷുഡ് ബി 1. ആക്ച്വലി ആ ലൈൻ 45 ഡിഗ്രിയിലുള്ള ലൈനാണ് ആ ടാൻജൻറ്റ്.
0 എന്ന പോയിന്റിലെ റൈറ്റ് ടാൻജൻറ്റ് എന്ന് പറയുന്നത് 45 ഡിഗ്രി ലൈനാണ്. അതായത് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ്റെ ഗ്രാഫ് തന്നെയാണ്. അവിടെ അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ടാൻ തീറ്റ പറഞ്ഞാൽ ടാൻ 45 ഡിഗ്രി പറഞ്ഞാൽ 1 ആണ്. അതാണ് ആക്ച്വലി കിട്ടിയിരിക്കുന്നത്. ഇതുപോലെ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 0-ലുള്ള ലെഫ്റ്റ് ടാൻജൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 135 ഡിഗ്രി ഉള്ള ലൈനായിരിക്കും. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ടാൻ 135 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ടാൻ 45 ആണ്. അതായത് അത് -1 ആയിരിക്കും. അപ്പോൾ അത് വരുന്നത് ഇവിടെ നോക്കാം. ലിമിറ്റ് df of 0 minus equal to limit h is 0 f of 0 minus h minus f of 0 divided by minus h. അപ്പോൾ mod 0 minus h minus mod 0 by minus h ആണ്. പക്ഷേ h സ്മോൾ പോസിറ്റീവ് ആണെങ്കിൽ മൈനസ് h നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ആണെങ്കിൽ പോലും അതിൻ്റെ മോഡ് എടുക്കുമ്പോൾ മൈനസ് ഓഫ് മൈനസ് h വരിക. ദാറ്റ് ഈസ് h എന്ന് കിട്ടും. അപ്പോൾ h by minus h കട്ട് ബോത്ത് വി ഗെറ്റ് -1. ഓക്കെ. അപ്പോൾ റൈറ്റ് ഡെറിവേറ്റീവ് ലെഫ്റ്റ് ഡെറിവേറ്റീവ് 0-ൽ ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് ഗിവൺ ഫംഗ്ഷൻ 0-ൽ ഡിഫറൻഷ്യബിൾ അല്ല. കാരണം ഷാർപ്പ് അടിച്ചിട്ടുണ്ട്. അവിടെ ഒരു കാര്യം ഓർക്കേണ്ടത്, ദിസ് ഫംഗ്ഷൻ ഈസ് ആൾവേസ് ഡിഫറൻഷ്യബിൾ അറ്റ് എവരി അതർ പോയിൻറ്റ് എക്സെപ്റ്റ് 0 അല്ലാത്ത മറ്റെല്ലാ പോയിൻറ്റിലും അത് ഡിഫറൻഷ്യബിൾ ആയിരിക്കും. ഫോർ ദാറ്റ് വി കൺസിഡർ ആൻ ആർബിട്രറി പോയിൻറ്റ് x not equal to 0. വി ടേക്ക് ദർ ആർ 2 cases by trichotomy property. Either it is positive or negative. We consider first case as x is positive and test the right derivative at x df of x plus, by the definition limit h tends to 0 f of x plus h minus f of x divided by h. Okay, അപ്പോൾ അത് നമുക്ക് which is equal to limit h tends to 0 mod x plus h minus mod x divided by h ആണ്. ബട്ട് നിങ്ങൾ ആലോചിക്കേണ്ടത് എക്സ് പോസിറ്റീവാണ്, എച്ച് പോസിറ്റീവാണ്. എക്സ് പ്ലസ് എച്ച് ഈസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി. ബൈ ദ ഡെഫിനേഷൻ ഓഫ് മോഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു ഇറ്റ് സെൽഫ്. ദാറ്റ് മീൻസ് എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ് ബൈ എച്ച് ആയിരിക്കും. എക്സും മൈനസ് എക്സും കട്ട് ചെയ്തു, എച്ചും കട്ട് ചെയ്തു, ആൻസർ 1 ആയിരിക്കും. ഓക്കെ, അത് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിന് തുല്യം തന്നെയാണ്. ഇനി ഡി എഫ് ഓഫ് എക്സ് മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഈ പോയിൻ്റ് പോസിറ്റീവ് വാല്യൂ തന്നെയാണ്. ലിമിറ്റേഷൻ 0 എഫ് ഓഫ് എക്സ് മൈനസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ മൈനസ് എച്ച് ആയിരിക്കും. പക്ഷെ പ്രത്യേകം ഓർക്കുക, എക്സ് മൈനസ് എച്ച് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. ബിക്കോസ് എക്സ് പോസിറ്റീവ് ആണ്, എച്ച് ഈസ് വെരി സ്മോൾ പോസിറ്റീവ്. സോ എക്സ് മൈനസ് എച്ച് മസ്റ്റ് ബി പോസിറ്റീവ്. സോ മോഡുലസ് ഓഫ് എക്സ് മൈനസ് എച്ച് ഈക്വൽ ടു എക്സ് മൈനസ് എച്ച്. ദാറ്റ് മൈനസ് എക്സ് കട്ട് ചെയ്തു, മൈനസ് എച്ച് ബൈ മൈനസ് എച്ച് വിച്ച് ഇസ് അഗെയിൻ 1. സോ റൈറ്റ് ഡെറിവേറ്റീവ് മസ്റ്റ് ബി 1. സിമിലർലി ഇപ്പോൾ ഈ കേസിൽ ലെഫ്റ്റ് ഡെറിവേറ്റീവ് 1 ആണ് കിട്ടുന്നു. ദാറ്റ് മീൻസ് എക്സ് എന്ന പോയിന്റിൽ ഗിവൺ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്. ഇതുപോലെ നെഗറ്റീവ് കേസിലേക്ക് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഡി എഫ് ഓഫ് എക്സ് മൈനസ് അല്ല അതിൻ്റെ റൈറ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നു. ലിമിറ്റേഷൻ 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്നാണ് അവിടെ എഴുതുന്നത്. സോറി, അവിടെ എക്സ് മൈനസ് എച്ച് എന്ന് അറിയാതെ എഴുതി പോയതാണ്. അല്ല സോറി, ഇവിടെ ലെഫ്റ്റ് ഡെറിവേറ്റീവ് ആണ് ആദ്യം എടുത്തിരിക്കുന്നത്. ഡി എഫ് ഓഫ് എക്സ് മൈനസ് ഇസ് ഈക്വൽ ടു ലിമിറ്റേഷൻ 0 എഫ് ഓഫ് എക്സ് മൈനസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ മൈനസ് എച്ച്. ഇനി എക്സ് സ്മോൾ ഇപ്പോൾ നെഗറ്റീവ് ആണ്, മൈനസ് എച്ചും നെഗറ്റീവ് ആണ്. അപ്പോൾ എക്സ് മൈനസ് എച്ച് ഈസ് എഗെയിൻ എ നെഗറ്റീവ് ക്വാണ്ടിറ്റി ആണ്. ദാറ്റ് മീൻസ് മൈനസ് ഓഫ് എക്സ് മൈനസ് എച്ച് മൈനസ് എക്സ് എന്ന് കിട്ടും. കാരണം എക്സ് നെഗറ്റീവ് ആയതുകൊണ്ട് അതിൻ്റെ മോഡസ് വാല്യൂ മൈനസ് എക്സ് ആയിരിക്കും. അപ്പോൾ മൈനസ് എക്സും പ്ലസ് എക്സും കട്ട് ചെയ്ത് പോകുന്നു. അവിടെ നമുക്ക് എച്ച് ബൈ മൈനസ് എച്ച് ആണ് വിച്ച് ഇസ് ഈക്വൽ ടു -1. സിമിലർലി റൈറ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച് ആണ്. എക്സ് നെഗറ്റീവ് ആണ്, എക്സ് പ്ലസ് എച്ച് എന്തായാലും നെഗറ്റീവ് ആയിരിക്കും. കാരണം എച്ച് ഒരു ലാർജർ നെഗറ്റീവ് ക്വാണ്ടിറ്റിയും എക്സ് ലാർജർ നെഗറ്റീവ് ക്വാണ്ടിറ്റിയും എച്ച് വെരി സ്മോൾ പോസിറ്റീവ് ആണ്. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ് തന്നെയായിരിക്കും. സോ എക്സ് പ്ലസ് എച്ച് നെഗറ്റീവ് ആയതുകൊണ്ട് അതിൻ്റെ മോഡലസ് വാല്യൂ എന്ന് പറയുന്നത് മൈനസ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ് നെഗറ്റീവ് ആയതുകൊണ്ട് മൈനസ് ഓഫ് മൈനസ് എക്സ്. എഗെയിൻ അവിടെ മൈനസ് എക്സും പ്ലസ് എക്സും കട്ട് ചെയ്തു, എച്ച് ബൈ എച്ച് ആണ് കിട്ടുന്നത്. മൈനസ് എച്ച് ബൈ എച്ച് ആണ് കിട്ടുന്നത്. അത് -1 ആയിരിക്കും. അപ്പോൾ നെഗറ്റീവ് ക്വാണ്ടിറ്റീസിനൊക്കെ എല്ലാം റൈറ്റ് ഡെറിവേറ്റീവും ലെഫ്റ്റ് ഡെറിവേറ്റീവ് -1 കാരണം അത് ടാൻ 135 ഡിഗ്രി സ്ലോപ്പ് ആയതുകൊണ്ടാണ്. ഓക്കെ, so right derivative left derivative of that x equal to -1. that means this function is differentiable at every negative quantities. എല്ലാ നെഗറ്റീവ് ക്വാണ്ടിറ്റീസിലായിരിക്കും. സോ ദ ഡെറിവേറ്റീവ് ഓഫ് ദി മോഡുലസ് ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ഫോളോസ്: 1 for x is positive and -1 for x is negative, but it is not differentiable at x is equal to 0. ഇനി ഇത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞിരുന്നു. ഗിവൺ ഫംഗ്ഷൻ്റെ മോഡുലസ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന ടെക്നിക്ക്. എക്സ് പോസിറ്റീവ് ആണെങ്കിൽ അവിടെ L1 എന്ന് പറയുന്നതാണ് ടാൻജൻറ്റും, 0-ൽ L2 എന്ന് പറയുന്നത് എക്സ് നെഗറ്റീവ് ആകുമ്പോഴുള്ള ടാൻജൻറ്റാണ്. ഓക്കെ, അപ്പോൾ റൈറ്റ് ടാൻജൻറ്റ് L1 ലെഫ്റ്റ് ടാൻജൻറ്റ് L2 L1ൻ്റെ സ്ലോപ്പ് എന്ന് വിളിക്കുന്നതാണ് അവിടുത്തെ ഡെറിവേറ്റീവ് റൈറ്റ് ഡെറിവേറ്റീവ് വാല്യൂ. അത് 45 ആയതുകൊണ്ട് ടാൻ 45 ഡിഗ്രി ഈക്വൽ ടു 1 ആയിരിക്കും. സിമിലർലി L2ൻ്റെ സ്ലോപ്പ് ആയിരിക്കും ലെഫ്റ്റ് ഡെറിവേറ്റീവ് എന്ന് വിളിക്കുന്നത്. അത് -1 ആയിരിക്കും. കാരണം ടാൻ 135 ഡിഗ്രി എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 ആകുമ്പോഴുള്ള പ്രശ്നം L1ൻ്റെ സ്ലോപ്പ് 1ഉം
L2ൻ്റെ സ്ലോപ്പ് -1 ആണ്, ഒരിക്കലും ഈക്വൽ അല്ലാത്തതുകൊണ്ട് ഗിവൺ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല. ഇൻ ജനറൽ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ എങ്ങനെയാണ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക എന്നുള്ള കൺസെപ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് കൺസെപ്റ്റിൽ. അതായത് ഒരു ഗിവൺ ഫംഗ്ഷൻ തന്നിരിക്കുന്നത്, അതിൻ്റെ കർവാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ആ കർവിൽ എക്സ് എന്ന പോയിൻ്റ് ഡൊമൈനിൽ കൺസിഡർ ചെയ്തു. എക്സിൻ്റെ ലെഫ്റ്റിൽ x-h റൈറ്റിൽ x+h എടുത്തു. അതിലെ ഇമേജിലുള്ള വാല്യൂസ് നമ്മൾ പ്ലോട്ട് ചെയ്തു. ഇപ്പോൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് വാല്യൂ x+h f(x+h), എക്സിൻ്റെ കേസിലാണെങ്കിൽ x f(x), അതുപോലെ കർവിലെ x+h f(x+h) ഓർഡേഡ് ബൈ x ആയിട്ട് വരും. ഈ x-h f(x-h) x f(x) കൂടി ജോയിൻ ചെയ്യുന്ന ലൈനാണ് L1 എന്ന് പറയുന്നത്. അപ്പോൾ അത് ശരിക്കും ആ L1ൽ h ടെൻസ് ടു 0 ആകുമ്പോൾ x-h എക്സിലേക്ക് ടെൻഡ് ചെയ്യും, ലെഫ്റ്റ് ത്രൂ ലെഫ്റ്റ്. അപ്പോൾ ഈ L1 ശരിക്കും ഒരു ടാൻജൻ്റ് ലൈനായി മാറും. അപ്പോൾ അതിൻ്റെ സ്ലോപ്പിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ലെഫ്റ്റ് ഡെറിവേറ്റീവ് എന്ന് വിളിക്കുന്നത്. ഈ റൈറ്റ് ഡെറിവേറ്റീവ് കിട്ടുക റൈറ്റുള്ള പോയിൻ്റ് x+h എടുത്തു. അപ്പോൾ അതിൻ്റെ ഇമേജ് വാല്യൂ പറയുന്നത് x+h f(x+h) ആണ്. അപ്പോൾ അത് രണ്ടും കൂടി ജോയിൻ ചെയ്തു, x f(x)ഉം x+h f(x+h) നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ലൈൻ L2 എന്ന് കിട്ടുന്നു. ഈ L2 എന്ന ലൈനിൽ h ടെൻസ് ടു 0 കൊടുക്കുമ്പോൾ ഇത് സംഭവിക്കും, x+h ടെൻസ് ടു x ആകുമ്പോൾ L2 ബിക്കംസ് എ ടാൻജൻറ്റ് ഓഫ് ദ ലൈൻ അറ്റ് ദ പോയിന്റ് x ആയിരിക്കും. അപ്പോൾ പക്ഷേ അത് റൈറ്റ് വഴിയാണ് ടാൻജൻറ്റ് ആവുന്നത്. അതിൻ്റെ സ്ലോപ്പിനെ റൈറ്റ് ഡെറിവേറ്റീവ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് ഓഫ് L2 എന്ന് വിളിക്കുന്നത് നമുക്ക് f(x+h f(x) ഡിവൈഡ് ബൈ x+h - x ആണ്. സ്ലോപ്പ് ഓഫ് L1 എന്ന് വിളിക്കുന്നത് f(x - h f(x) ഡിവൈഡ് ബൈ x-h - x ആണ്. കാരണം ഇത് നമ്മൾ ഒരു ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല x1y1 and x2y2 are 2 points and L is a line joining these 2 points in the Cartesian plane. Then the slope of the line is y2 - y1 divided by x2 - x1. നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ട്. ആ റിസൾട്ടാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ h ടെൻസ് ടു 0 ആകുമ്പോൾ L1 ഒരു ലെഫ്റ്റ് ടാൻജൻറ്റ് ലൈൻ ആവുന്നു, L2 റൈറ്റ് ടാൻജൻറ്റ് ലൈൻ ആവുന്നു. ലെഫ്റ്റ് ടാൻജൻറ്റ് ലൈനിൻ്റെ സ്ലോപ്പിനെ നമ്മൾ ലെഫ്റ്റ് ഡെറിവേറ്റീവ് എന്നും റൈറ്റ് ടാൻജൻറ്റ് ലൈനിൻ്റെ സ്ലോപ്പിനെ റൈറ്റ് ഡെറിവേറ്റീവ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ലിമിറ്റ് കൊടുക്കുമ്പോഴാണ് നമുക്കത് പോസിബിൾ ആവുക. അതുകൊണ്ടാണ് ലിമിറ്റ് ഓഫ് സ്ലോപ്പ് ഓഫ് L1 എന്ന് പറയുന്നത് റൈറ്റ് ഡെറിവേറ്റീവ്, ലെഫ്റ്റ് ഡെറിവേറ്റീവും, അതുപോലെ ലിമിറ്റ് ഓഫ് ദി സ്ലോപ്പ് ഓഫ് L2 എന്ന് വിളിക്കുന്നത് റൈറ്റ് ഡെറിവേറ്റീവുമായിരിക്കും. ഇഫ് ദീസ് ടു ആർ ഈക്വൽ, then the given function is differentiable at the point x and that value, unique value, is denoted by f dash of x. Note that this value must be a finite real number. അത് നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം. ഇനി ഓരോ ഫംഗ്ഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ, ഇപ്പോൾ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ കണ്ടുപിടിച്ചിരിക്കുന്നു നോക്കാം. സി എന്ന പോയിന്റ്, എല്ലാ പോയിന്റിലും ഡിഫറൻഷ്യബിൾ ആവുന്ന ഫംഗ്ഷനാണ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. ഇപ്പോൾ e⁻x എടുത്ത് f(x) is equal to and c being an arbitrary point in the real line, we have to verify the differentiability of this function at the point c. For that purpose we are considering both left hand and right derivative of this function at the point c. df of c plus റൈറ്റ് ഡെറിവേറ്റീവ് എടുക്കുന്നു, ഫോർമുല ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന e⁻c plus h minus e⁻c divided by h ആണ്. അപ്പോൾ അതിനകത്ത് e⁻c കോമൺ ആണ്, പുറത്തേക്ക് എടുത്തു. e⁻h - 1 divided by h into e⁻c എന്ന് കിട്ടുന്നു. അപ്പോൾ e⁻c പുറത്തെടുക്കാം, e⁻c into limit h 0, e⁻h - 1 divided by h എന്ന് കിട്ടുന്നു, which is equal to e⁻c into limit h 0. e⁻h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മാക്സിമം സീരീസ് ഫോം അറിയാൻ ജസ്റ്റ് അതിനകത്തേക്ക് കൊടുത്തു. അതിനകത്ത് e⁻h - 1 എന്ന് പറയുന്നത് -1 ഉം +1 ഉം കട്ട് ചെയ്യുമ്പോൾ എല്ലാ ടേമിലും h ഉള്ളതായിരിക്കും. h-നെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ശരിക്കും 1 പ്ലസ് h/2 ഫാക്ടോറിയൽ പ്ലസ് h² 3 പ്ലസ് എക്സെട്ര ആയി മാറും. ലിമിറ്റ് h ടെൻസ് ടു 0 അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അതിന് എല്ലാ ടേമും പോകും, ഫസ്റ്റ് ടേം ഉള്ളത്. അപ്പോൾ അത് നമുക്ക് എത്രയെന്ന് കിട്ടുന്നു, ഈക്വൽ ടു 1 എന്ന് കിട്ടുന്നു. അപ്പോൾ e⁻c into 1 ആണ്. e⁻c into 1 എന്ന് പറഞ്ഞാൽ e⁻c ആയിരിക്കും. Similarly we can find out the left hand derivative too. So this function is differentiable at the point c. C is an arbitrary point, means exponential function is differentiable everywhere.